അസ്സലാമലൈക്കും. ഇന്നേ നമ്മൾ വടക്കനയിലത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ തേങ്ങ പുട്ടിനെടുത്ത് വെച്ച് കേട്ടോ. അതേമാതിരി ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിരിക്കണം പകുതി വേവിച്ചിട്ട്. ഇത് നമുക്ക് മുരിങ്ങാക്കായും ചക്കക്കുരും കൂടി വെക്കാനുള്ളതാണ് ഇത്. പിന്നെ തേങ്ങ പൊട്ടിച്ച് വെച്ചിരിക്കണം കേട്ടോ. 2-3 തേങ്ങ പൊട്ടിച്ചു. ഇതൊന്ന് പിന്നെ അതാ അവിടെ പൊട്ടിച്ചു. ഇതൊക്കെ കേടായി. ഇതുണ്ടോ, എന്ത് വില കൊടുത്ത് വാങ്ങണ തേങ്ങ അറിയും, പക്ഷെ അതൊക്കെ കേടായി. അപ്പോൾ അതുകൊണ്ടായി പോയി. അപ്പോൾ നത്തോലി ഇതാ വെള്ളത്തിലിട്ട് വെച്ചുകൊണു. പിന്നെ ഇത് നത്തോലി വെക്കാൻ കേട്ടോ. ഇത് നമ്മളെ തിരുവനന്തപുരം മോഡലിലെ നത്തോലി വെക്കണം കേട്ടോ. മാങ്ങ, പച്ചമുളക്, തക്കാളി, പുളി അതൊക്കെ ഇട്ടിട്ട് നത്തോലി വെള്ളമില്ലാതെ വറ്റിച്ച് വെക്കുക. നല്ല ടേസ്റ്റായി കാരം. അതിനുള്ള തേങ്ങയാണ് കേട്ടോ ഈ ഇതിലിട്ട് വെച്ചിരിക്കണത്. പിന്നെ ചക്കക്കുരും മുരിങ്ങക്കായും. ഇതെന്തിനാണെന്നറിയാം. അല്ല, ചക്കക്കുരും മുരിങ്ങൻ്റെ ഇലയും. ഇത് ഒരുവിധം ചെറുതായിട്ട് ചാറ് പരത്തി വെക്കുക. അപ്പോൾ പരത്തി വെക്കുമ്പോൾ നമുക്ക് 2 നേരം. അപ്പോൾ നത്തോലി കൂട്ടാനും ഉണ്ടല്ലോ, അപ്പോൾ ചക്കക്കുരു കൂട്ടാനും ഉണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടി ആയിട്ട് നമുക്ക് ഈ നത്തോലി കൂട്ടാൻ ഇന്നക്കും നാളേക്കും എടുക്കും കേട്ടോ. ചക്കക്കുരു കൂട്ടാൻ ഉണ്ടെങ്കിൽ നാളേക്ക്, ഇല്ലെങ്കിൽ ഇന്നത്തോടെ തീരും. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യൽ. അപ്പോൾ കാക്കുണ്ടായിരുന്നു. കാക്കു ഇപ്പോൾ വീഡിയോ കണ്ടപ്പോൾ അങ്ങോട്ട് ഇന്നെ പെടുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പുറത്തേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ രാവിലെ നെയ്ച്ച് ഇതൊക്കെ ആയിരുന്നു പണി. ഇപ്പോൾ സമയത്തിന് വഴി സമയത്തിന് എത്താ 8 മണി ആയപ്പോഴത്തേന് ഇപ്പോൾ നമ്മളെ പണി ഇതൊക്കെ വരും കേട്ടോ. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണ പണിയുള്ളൂ നമുക്ക്. ഇതിപ്പോൾ ഈ പറയണ മാതിരി തന്നെ എനിക്ക് വീഡിയോ ഇനി ചെയ്യാനുണ്ട്. അപ്പോഴത്തേന് ഇതൊക്കെ ഒന്ന് ലെവലാക്കി വെച്ചാൽ ചായയും കുടിച്ചിട്ടില്ല, കാൽ ചായ കുടിച്ചിരിക്കണു, കടിയൊന്നും തിന്നിട്ടില്ല. അപ്പോൾ അതിനാണ് പുട്ടുണ്ടാക്കാനാണ് ഈ തേങ്ങ ചിരകി വെച്ചിരിക്കണത്. അപ്പോൾ നമ്മളെ വടക്കണിയിൽ നിന്നാൽ തന്നെ മഴ നമുക്ക് ആസ്വദിച്ചാൽ ഇതുണ്ടോ, മഴ പെയ്യണം അവിടെ. അപ്പോൾ ഈ മഴയും കണ്ടുകൊണ്ട് നമുക്ക് ആഹാരങ്ങൾ ഉണ്ടാക്കാം, എന്നിട്ട് നമുക്ക് തിന്നാം. അപ്പോൾ കണ്ടല്ലോ, നമ്മളെ പെരയൊക്കെ ചെറിയ പെരയാണ് കേട്ടോ. ഫ്രിഡ്ജൊക്കെ മറ്റേ എന്താണ് മൂസാവർ കാലത്തുള്ള ഫ്രിഡ്ജ് എന്ന് പറയാം. എത്ര ഒരു 20 കൊല്ലം പഴക്കം, 20-21 കൊല്ലം പഴക്കമുള്ള ഫ്രിഡ്ജാണ് കേട്ടോ അതൊക്കെ. പക്ഷെ എന്നും വലിയപ്പാക്ക് ഒരു കേടുമില്ല. വലിയപ്പ സുഖമായിട്ടിരിക്കുന്നുണ്ട്. എവിടെയും വലിയപ്പ റിപ്പയറിനൊന്നും പോയിട്ടില്ല. ഈ വലിയപ്പ ഫ്രിഡ്ജ് എത്ര സ്ഥലങ്ങളിൽ കൂടെ കറങ്ങിയതാണ് അറിയോ. തിരുവനന്തപുരത്തുനിന്ന് മലപ്പുറത്ത് എത്തിയതാണിത്. തിരുവനന്തപുരത്ത് തന്നെ 5 സ്ഥലത്ത് കൂടെ ഈ വല്യപ്പ മാറിക്കണു. പക്ഷെ എന്നാലും അതാണ് പഴയ കാരണന്മാരുടെ ബലം. ഇപ്പോഴത്തോലൊക്കെ ആണെങ്കിൽ 2 കൊല്ലം 3 കൊല്ലം കഴിയുമ്പോഴത്തേന് നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴത്തേന് കൊറോണ സമയത്ത് നമ്മൾ മലപ്പുറത്തേക്ക് ചേക്കേറിയപ്പോൾ കട്ടിൽ, മെത്ത, ഫ്രിഡ്ജ് ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ വിചാരിച്ചിട്ടോ ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേനൊക്കെ ഈ വണ്ടിയിലിരുന്ന് കുലുങ്ങി പോകുന്നു. ബൈക്കിന് തന്നെ കുഴപ്പമൊന്നും പറ്റില്ല, പക്ഷേ ഫ്രിഡ്ജ് പോകുന്ന തന്നെ ഞങ്ങൾ വിചാരിച്ചിരുന്നു. എൻ്റെ ഞങ്ങളെന്നോട് പറയുന്നത് ഫ്രിഡ്ജ് കൊണ്ടുവരേണ്ട ഇവിടം വരെ വണ്ടിയിൽ വെച്ച് കുലുങ്ങിയ എന്താകുമെന്ന് പറയാൻ പറ്റൂലെന്ന്. പക്ഷെ എൻ്റെ കാക്കു പറഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് കൊണ്ടുപോകുക. ആ ഫ്രിഡ്ജൊക്കെ പഴയ ഫ്രിഡ്ജ്, ഒരു കേടും വരില്ല. എന്നാൽ വരെ ഇവിടെ എത്തിയിട്ട് 3.5-4 കൊല്ലമായിട്ടോ. പക്ഷെ ഒരു കുഴപ്പം ഇതുവരെ നമുക്ക് ഇല്ല, ഫ്രിഡ്ജ് കൊണ്ടില്ല. ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഫ്രിഡ്ജൊക്കെ വാങ്ങണം. എന്താ ചെയ്യുക, നമ്മളെ ഈ മറ്റേ ചെറിയ വരുമാനം കൊണ്ട് ജീവിച്ചതല്ലേ. അപ്പോൾ അതിൽ കൂടെ നമുക്ക് ഫ്രിഡ്ജൊക്കെ വാങ്ങണമെങ്കിൽ വലിയ സംഖ്യ വേണം. ഇൻഷാ അല്ലാഹ് നോക്കാം, പണിയൊക്കെ തുടങ്ങട്ടെ, എന്നിട്ട് വേണം ഒരു ഫ്രിഡ്ജ് അടവിനെടുക്കാനെന്ന് വിചാരിച്ചിരിക്കണു. അതും പണിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഫ്രിഡ്ജൊക്കെ എടുക്കുകയുള്ളൂ. കാരണം കടം വാങ്ങുക പറഞ്ഞാൽ വല്ലാത്ത പേടിയുള്ള സംഭവമാണ്. ഒരാൾ വന്ന് കൊണ്ടാന്ന് പറഞ്ഞ് പെരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ സഹിച്ചാൻ പറ്റില്ല. കാക്കൂനെ അങ്ങനെ തന്നെ കേട്ടോ, കടം വാങ്ങണ പേടിയാണ്. അപ്പോൾ എന്നാൽ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നത്തോലി ഇങ്ങനെയൊന്ന് വെച്ച് നോക്കുക എല്ലാവരും. ഇതിലിടണ എന്താ വെച്ചെങ്കിൽ നത്തോലി പറയുന്നത് തിരുവനന്തപുരത്തെ ഭാഷ കേട്ടോ. നമ്മളെ മലപ്പുറത്ത് പറയാം വത്തൽ. അപ്പോൾ വത്തലിന് മാങ്ങ, തക്കാളി, പച്ചമുളക്, കരിവേപ്പില, പിന്നെ തേങ്ങ അരക്കണത്, തേങ്ങ, ചെറിയ ഉള്ളി, മുളക്, മഞ്ഞൾ അത് ഇട്ടിട്ട് നന്നായിട്ട് അരയരുത്, ചെറുതായിട്ട് അരക്കുക. ഒന്നും കൂടി ചതച്ചെടുക്കുക. നമ്മൾ ഈ അവിയൽക്കൊക്കെ ചതച്ചെടുക്കണ മാതിരി ചതച്ചെടുക്കുക. എന്നിട്ട് പുളി ഒഴിച്ച് വെള്ളം കുറച്ച് വറ്റിച്ച് വെക്കുക. നല്ല ടേസ്റ്റാണ് മക്കളെ. ഇനി ഒരു ദിവസം ഞാൻ നമ്മളെ തിരുവനന്തപുരം മീൻകറി വെക്കണത് കാണിച്ചു തരുന്നുണ്ട്.
ഇതിപ്പോൾ ഇന്നിങ്ങനെ നമ്മളെ ഇതൊക്കെ പാടെ അങ്ങനെ നിരന്നിരിക്കണപ്പോൾ ഇതുവരെ എടുത്തിട്ടില്ല ഞാൻ അങ്ങനെ വീഡിയോ. അപ്പോൾ എല്ലാം ഇങ്ങനെ നിരന്നിരിക്കണപ്പോൾ ഞാൻ പറഞ്ഞു കാക്കനോട് എന്നാൽ ഇതൊന്നൊരു വീഡിയോ ഉണ്ടാക്കിയാലോ. അപ്പോൾ കാക്ക പറഞ്ഞു ആയിക്കോട്ടെ എന്നാൽ എനിക്കൊരു വീഡിയോ കിട്ടുന്നു. അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അസ്സലാമു അലൈക്കും. എല്ലാവരും ചായയോടെയൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ 8 മണി ആയിട്ടില്ല കേട്ടോ. അതിന് മുമ്പാണ് ഇപ്പോൾ അതൊക്കെ ചെയ്യണത്. എന്നാൽ ശരി.